കീലേരി അച്ചു. മലയോര മേഖലയിലെ ക്രൂരനായ ഗുണ്ടയാണ് കീലേരി അച്ചു. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്ത് കീലേരി അച്ചുവിന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. മഞ്ചേരി മജീദ് എന്ന ഗുണ്ടയോടൊപ്പം പാർട്ണർഷിപ്പ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കീലേരി അച്ചു വർക്ക് ചെയ്യുന്നത്. കീരിക്കടൻ ജോസിന്റെ പ്രധാന അനുയായികളായിരുന്നു കീലേരി അച്ചുവും മഞ്ചേരി മജീദും. എന്താടാ കീലേരി അച്ചു വെട്ട് കുത്ത് കൊലപാതകം, കൊട്ടേഷൻ പ്രതിഫലം, കപ്പ മത്തിക്കറി. ദശമൂലം സുര എന്ന വെഞ്ഞാറുമൂട് സുര. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ, നാളെ കേരളം ഇല്ലേ? താങ്കൾക്ക് എങ്ങനെയാണ് ദശമൂലം സുര എന്ന പേര് കിട്ടാനുള്ള കാരണം? തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനോടാ. എന്താ സംഭവം? ദശമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ CI അല്ലേ താമസിക്കുന്ന? സർക്കിളാ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ദശമൂലം സുര, ഗിവ് ആൻഡ് ടേക്ക്, കൊള്ളുക അല്ലെങ്കിൽ വാങ്ങിച്ചു കൂട്ടുക, കൊട്ടേഷൻ പ്രതിഫലം, ഒരു മാല ശംഭു. പൊടിസുനി. കേരളത്തിലെ കുപ്രസിദ്ധനായ കൊട്ടേഷൻ ഗുണ്ടയാണ് പൊടിസുനി. കൊട്ടേഷൻ രംഗത്തെ ജനകീയമാക്കി മാറ്റിയ കലാകാരനാണ് പൊടിസുനി. ഇരകളെ ആക്രമിക്കുന്നതിന് മുമ്പും ശേഷവും മൂക്കിൽ പൊടിവലിക്കുന്ന ശീലമുള്ളത് കൊണ്ടാണ് പൊടിസുനി എന്നറിയപ്പെടുന്നത്. പാർട്ടി വിട്ട വിമതനെ കുലദ്രോഹി എന്നാരോപിച്ച് ആദ്യ കൊലപാതകം. കേരള രാഷ്ട്രീയത്തിൽ തന്നെ കുലദ്രോഹി, കുലംകുത്തി പരാമർശങ്ങൾ വരുന്നത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ വെട്ടുകൾ ഏൽപ്പിക്കുന്നത് പൊടിസുനിയുടെ പ്രത്യേകതയാണ്. ആക്രമണം കഴിഞ്ഞാൽ പൊടിസുനി പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടി പാറകളിലേക്കും പാർട്ടി മലകളിലേക്കും ഒളിവിൽ പോകും. ദാ ഈ കാണുന്നത് അത്തരം പാർട്ടി പാറകളാണ്, പാർട്ടി പാറക്കൂട്ടങ്ങൾ. ഈ പാർട്ടി പാറക്കൂട്ടത്തിൽ പൊടിസുനി സന്തോഷത്തിലാണ്. വായിക്കാൻ പാർട്ടി പത്രവും കിട്ടും. ഹലോ പൊടിസുനി, എങ്ങനെയുണ്ട് ജീവിതം? സാറിനെ പോലുള്ള ചില നല്ല മനുഷ്യരും രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ പിന്നെന്ത് വേണം? താങ്കൾക്ക് കൂടുതൽ കൊട്ടേഷൻ കിട്ടുന്ന മേഖല ഏതാണ്? രാഷ്ട്രീയം. ഇവിടുത്തെ ചില പ്രമുഖന്മാർക്ക് എന്നെ പോലുള്ള തെമ്മാടികളെ അത്യാവശ്യമാണ്. താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? കൂലിക്ക് ആളെ തല്ലുക, മീറ്റിംഗ് നടക്കുന്നിടത്ത് ബഹളമുണ്ടാക്കുക, സോഡ ബോട്ടിൽ പൊട്ടിക്കുക. എന്തൊരു വൃത്തികെട്ട ജീവിതമാണ് എന്റെ. എന്താണ്, എത്രയാണ് താങ്കളുടെ റേറ്റ്? ഒരു വിരൽ വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ, ഒരാളിനെ വെട്ടണമെങ്കിൽ എത്രയാണ്? കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. അദ്ദേഹം പറഞ്ഞ റേറ്റ് ഒട്ടും കൂടുതലല്ല. സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും അദ്ദേഹത്തെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് പണിയേൽപ്പിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. കാരക്കൂട്ടിൽ ദാസൻ. കണ്ണൂർ
കിടുകിട വിറപ്പിക്കുന്ന ഭീകര ഗുണ്ടയാണ് കാരക്കൂട്ടിൽ ദാസൻ. കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. കാരക്കൂട്ടിൽ ദാസൻ, കൊട്ടേഷൻ പ്രതിഫലം പറോട്ടയും ബീഫും. ആരാണ് ഈ കാക്ക ഷാജി? കാക്ക ഷാജി എന്നൊക്കെ പറയുന്ന കൊലയാളികൾ മരത്തിന്റെ മുകളിൽ കാക്ക കിടക്കുന്ന പോലെയാണ് കാക്ക ഇരിക്കുന്ന പോലെ ഇരിക്കുക. ഷാജി എന്നും കൈ നീട്ടിയൊന്ന് തന്നാലുണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. മനുഷ്യനെന്ന് പറയുന്നത് ജന്തുസഹജമായ രൂപഭാവങ്ങൾ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതിന്റെ കോലുണ്ടായാൽ പോരല്ലോ. മനുഷ്യനിലേക്ക് ജന്തുവിൽ നിന്നുള്ള ഒരുപാട് ദൂരം അവന്റെ കൾച്ചറാണ്. കാക്ക ഷാജിയുടെ വിശേഷങ്ങളുമായി കറക്ക് കമ്പനി നാളെ.